കൂത്തുപറമ്പ് നഗരസഭ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക്. ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസ് നഗരസഭാതല ഉദ്ഘാടനം കൂത്തുപറമ്പ് സ്റ്റേഡിയം പവലിയനിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. വിദ്യയുടെ എല്ലാ സാധ്യതകളെയും സ്കൂളുകളിലടക്കം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒരു പടി കൂടി മുന്നോട്ട് പോയി 2024 ജനുവരി 1 മുതൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നഗരസഭകളിലെ പ്രവർത്തനം സ്മാർട്ട് ആരംഭിച്ചുകൊണ്ട് വളരെ മുന്നേറിയിരിക്കുന്നു. ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ തന്നെ പരമാവധി സേവനം ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. രണ്ട് തരത്തിൽ മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന്, പലതവണ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട എന്നുള്ള ഒരു മറ്റൊന്ന്, സേവനങ്ങൾ ഏറ്റവും അഴിമതിരഹിതമായി ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് യാത്രയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ഒരുപാട് ചെലവ് ഒഴിവാക്കാൻ കഴിയുന്നു എന്നുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൂടി ഉണ്ടാക്കുക. അങ്ങനെ ഒരുപാട് തരത്തിൽ ജനങ്ങൾക്ക് സഹായകരമാണ്. സമൂഹത്തിലെ നാനാതുറയിലുള്ള ജനവിഭാഗങ്ങളും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിലൂടെ വിവരസാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ അവർക്ക് കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ദൗത്യമാണ് ഡിജിറ്റൽ കേരളം. സാധാരണക്കാരുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും ശാക്തീകരണം ഡിജിറ്റൽ സാക്ഷരതയിലൂടെ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കൂത്തുപറമ്പ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേ ചെയ്യുന്നതിനായി വളണ്ടിയർമാരെ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം വളണ്ടിയർമാർ ഓരോ വാർഡിലെയും 15 വയസ്സ് മുതൽ 65 വയസ്സിനിടയിലുള്ളവരിൽ ഡിജിറ്റൽ സാക്ഷരത ലഭിക്കാത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ 100% വിജയം കാണാനും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാക്ഷരത ലഭിക്കാത്തവർക്ക് വളണ്ടിയറുടെ നേതൃത്വത്തിൽ ക്ലാസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വളണ്ടിയർമാർക്ക് ട്രെയിനിംഗ് ക്ലാസിന് തുടക്കമായത്. കൂടാതെ നഗരസഭയിലെ 25-ാം വാർഡിലെ പഠിതാക്കൾക്കുള്ള ക്ലാസും നടന്നു. നഗരസഭാതല ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിജി സജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.